വേറൊരു വഴിയെ കുറിച്ച് എനിക്കറിയാം. അത് അനുസരണത്തിന്റെ വഴിയാണ്. ദൈവം വഴി നിരന്തരം പറഞ്ഞുടനെ മോശ നിലത്തിട്ടു. അതെ, നിങ്ങളുടെ അടുത്തൊരു കാര്യം 10 പ്രാവശ്യം പറയുന്ന പോലെ ഒന്നും മോശ കാത്തിരുന്നില്ല. മോശയുടെ അനുസരണം അവന്റെ വഴിയിൽ കൂടെ നമ്മൾ കാണും. അതുപോലെ നാമും മോശയെ പോലെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. വെരി ഗുഡ്. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മോശയെ വഴിയെ കുറിച്ച് പഠിച്ചത്? തിരുനെടുപ്പിന്റെ വഴി, അനുസരണത്തിന്റെ വഴി, വിടുതലത്തെ വഴി, താക്കോൽ വഴി. ഇനി എന്തെങ്കിലും ഉണ്ടോ? ജീവന്റെ വഴി. ഇസ്രായേൽ ജനം ദാഹിച്ചു വലയപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് മോശെ ഈ വടി ഉപയോഗിച്ചല്ല പാറയടിച്ചത്. അപ്പോൾ വെള്ളം പുറപ്പെട്ടു വന്നു. ജനങ്ങൾക്കെല്ലാം പുതിയ ജീവൻ ലഭിച്ചു. അതുകൊണ്ട് ഇത് വീടുതിരിന്റെ വഴിയാണ്, ജീവന്റെ വഴിയാണ്. പ്രിയനൊന്നും പറഞ്ഞില്ലല്ലോ. ഉണ്ട് ടീച്ചറെ. ഈ വടി കൊണ്ടല്ലേ മോശ അമ്മയിലേക്ക് തോപ്പിക്കാൻ കുന്നിന്റെ മുമ്പിൽ പോയത്. അപ്പൊ ഇത് ജയത്തിന്റെ വടിയല്ലേ? ഞാനൊരു ഇപ്പോൾ വന്നതെല്ലാം ശരി തന്നെ. പക്ഷെ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ എട്ടിന്റെ വടിയില്ല. മോശയുടെ കയ്യിരുന്ന വടി അവന് തന്നെ വടി കൊടുത്തു. ദൈവം അവരോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ മോശ 2 വട്ടം കല്ലിൽ പിടിച്ചു. ദൈവം വടി തിരിച്ചു വാങ്ങി. മോശയുടെ കഥയെ കഴിഞ്ഞു. അതുകൊണ്ട് സുബോധത്തോടെയും ദൈവഭയത്തോടെയും ഈ വടികൾ നാം ഉപയോഗിക്കണം. ഇതൊരു മുന്നറിയിപ്പിന്റെ വടിയാണ്. ടീച്ചറെ, ഒറ്റ ദിവസം കൊണ്ട് തരത്ത പൂത്തൊരു വടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാ സംഭവിക്കുന്നേ? അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ലേവി ഗോത്രത്തിന്റെ പൗരോഹിത്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ദൈവം ആരോന്റെ വഴി തളർപ്പിച്ചത്. അതുപോലെ നാമും തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഇതുപോലൊരു രൂപാന്തരം സംഭവിക്കും. അതിനു വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഇതിൽ 2 കാര്യം അടങ്ങിയിട്ടുണ്ട്. 1 അഭ്യസിപ്പിക്കുന്ന വഴി, 2 രൂപാന്തരത്തിന്റെ വഴി. ഞാൻ ഒരു വടിയോട് പറയാം. ദാവീദിന്റെ വടിയിൽ പോലും ഈ വടിയിൽ പോലും ഉപയോഗിച്ചാണ് ദാവീദ് അവന്റെ അപ്പന്റെ ആടുകളെ മേയിച്ചതും വഴി നടത്തുകയും ചെയ്തു. അതെ, ഇനി ഈ വടിയിൽ പോലും ഉപയോഗിച്ചാണ് ദൈവം നമ്മളെ പച്ചയായ പുൽപ്പുറത്തേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്കും നടത്തുന്നത്. ഇതിൽ ദൈവത്തിന്റെ വചനത്തെയും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനെയും കാണിക്കുന്നു. ടീച്ചറെ, വീട്ടിലെ പപ്പമ്മ പ്രയോഗിക്കുന്ന വല്ലാത്ത വഴിയാണല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ വടി അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. ഞങ്ങളുടെ അപ്പുരമ്മമാര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് ശലോമോൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും അത് വായിക്കാമോ? സദൃശ്യം 23, 13, 14. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കേണ്ട വടിക്കൊണ്ട് അടിച്ചാൽ ചത്തുപോകുകയില്ല. വടിക്കൊണ്ട് അവനെ അടുക്കി നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ ലഭിക്കും. ഇപ്പൊ മനസ്സിലായോ? സമയം തീരാറായി. ഒരു വഴി കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. വെളിപ്പാടിന്റെ പുസ്തകം 12:5 പറയുന്ന പോലെ ജയിക്കുന്നവൻ സകല ജാതികളെയും ഇരുമ്പു കോലുകൊണ്ട് മേയ്പ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇന്ന് പഠിച്ചതായ ഈ വഴികളുടെയൊക്കെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കും ദൈവം ആ ഇരുമ്പ് പോലെ നൽകി തരും. അതിനായി നമുക്ക് ഒരുങ്ങാം.